ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രെൻഡ് ടെക്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഡിവൈസ് വൈബ്രേറ്റിംഗ് റീഡ് ഫ്രീക്വൻസി മീറ്ററുകളെ കുറിച്ചാണ്. ഇവ വളരെ അധികമായി ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. പണ്ട് കാലത്ത് വൈഡായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഡിവൈസ് ആയിരുന്നു. ഇപ്പോൾ ഇതിന് പകരം ഡിജിറ്റൽ ടൈപ്പ് ഫ്രീക്വൻസി മീറ്ററുകളാണ് ഉപയോഗിക്കുന്നത്. ഇത്തരം മീറ്ററുകളുടെ വർക്കിംഗ് എല്ലാം വളരെ സിമ്പിളാണ്. അതായത് ഒരു ഇലക്ട്രോമാഗ്നറ്റും ആ ഇലക്ട്രോമാഗ്നറ്റിനടുത്തായി വ്യത്യസ്ത കനത്തിലും നീളത്തിലുമുള്ള സ്റ്റീൽ റീഡുകൾ സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ സ്റ്റീൽ റീഡുകൾ ഒരു ഡയലിന് മുകളിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ, AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഫ്ലക്ച്വേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഡെവലപ്പ് ചെയ്യുകയും അപ്പോൾ AC വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസൃതമായി റീഡ് വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. മെക്കാനിക്കൽ റെസൊണൻസ് എന്നുള്ള ഒരു പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം മീറ്ററുകൾ വർക്ക് ചെയ്യുന്നത്. ഇവ വ്യത്യസ്ത വോൾട്ടേജ് റേഞ്ചിൽ കണക്ട് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അതായത് 115 വോൾട്ട്, 230 വോൾട്ട്, 440 വോൾട്ട്, അങ്ങനെ 3 വോൾട്ടേജ് റേഞ്ചിൽ ഇത്തരം മീറ്ററുകൾ കണക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവ കണക്ട് ചെയ്യുന്നത്, ഇതിൻ്റെ റീഡിംഗ് എടുക്കുന്നത് എന്നിവയെക്കുറിച്ചൊക്കെ ഒന്ന് കാണാം. ഇവിടെ നമ്മളൊരു AC 230 വോൾട്ടിൻ്റെ ഫ്രീക്വൻസിയാണ് മെഷർ ചെയ്യുന്നത്. ന്യൂട്രൽ സൈഡ് കോമണിലും ബേസ് സൈഡ് 230 വോൾട്ട് എന്ന പോയിന്റിലും കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 50നും 51നും ഇടയിലുള്ള റീഡ് വൈബ്രേറ്റ് ചെയ്യുന്നതായി കാണാൻ സാധിക്കും. ഇവിടെ അടുത്തടുത്തായിട്ടുള്ള 2 റീഡുകൾ വൈബ്രേറ്റ് ചെയ്യുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാലും 50.5ന് അടുത്തുള്ള റീഡാണ് കൂടുതൽ വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സപ്ലൈയുടെ ഫ്രീക്വൻസി 50.5 എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്